എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് ടഫ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു ചോദ്യം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ, അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർ എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. അത് കുറച്ചുകൂടെ ടഫറായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻസും ഉണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ ഉത്തരങ്ങൾ എഴുതാം. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാം, അത് കഴിഞ്ഞിട്ട് ഉത്തരത്തിലേക്ക് വരാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ UGC രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണെന്ന് പറയുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2, UGC നിലവിൽ വന്ന വർഷം 1956 ആണ് എന്ന് പറയുന്നു. UGC നിലവിൽ വന്ന വർഷം 1956 ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, UGC ചെയർമാൻ നിലവിൽ M ജഗദീഷ് കുമാറാണ്. അപ്പോൾ ഇത് നോക്കൂ, ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാറ്റിക് ആയിട്ടുള്ള GK പോർഷൻ ആണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഒരു കറണ്ട് അഫെയർസ് പോർഷൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ക്ലബ് ചെയ്ത് വരാം. ഒന്നും രണ്ടും സ്റ്റാറ്റിക് ആയിട്ടും, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ അതായത് നമ്മൾ പഠിച്ച GK ചോദ്യവും ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യവും 2 കറണ്ട് അഫെയർസ് ലിങ്ക് ആയിട്ട് നമുക്ക് എന്ത് വരാം, ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. UGC നിലവിൽ വന്ന വർഷം 1956 ആണ്. അതുപോലെ തന്നെ UGC ചെയർമാൻ നിലവിൽ M ജഗദീഷ് കുമാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ UGC അല്ലേ, UGC നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ എന്താണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2, UGC നിലവിൽ വന്ന വർഷം 1956 ആണ്. 56 ആണോ? തെറ്റാണ്. 1953 ആണ് UGC നിലവിൽ വന്ന വർഷം അല്ലേ. UGC ചെയർമാൻ നിലവിൽ M ജഗദീഷ് കുമാറാണ്. ആണോ? ആണ്. ഇത് കറണ്ട് അഫെയർസ് ആണ്. UGC ചെയർമാൻ നിലവിൽ M ജഗദീഷ് കുമാറാണ്. അപ്പോൾ ഏതായാലും ഉത്തരം 1ഉം 3ഉമാണ് ഉത്തരം അല്ലേ. 1 and 3 ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ സ്റ്റാറ്റിക് പോർഷൻ, സ്റ്റാറ്റിക് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് അല്ലെ GK, അതിൻ്റെ കൂടെ എന്ത് വരാം, കറണ്ട് അഫെയർസിലൊരു സ്റ്റേറ്റ്മെൻറ്റും അതിന് അനുയോജ്യമായിട്ടുള്ളൊരു കറണ്ട് അഫെയർസ് സ്റ്റേറ്റ്മെൻറ്റും വരാം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾക്ക്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് പോർഷനും പഠിക്കണം, അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ക്ലബ് ചെയ്യാനും നമുക്ക് പറ്റണം. അപ്പോൾ ഇന്നത്തെ ടഫ് ചോദ്യങ്ങളുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഉപകാരപ്രദമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബൈ, ടേക്ക് കെയർ.